ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ദമാമിലെ സിക്കോയിലേക്കാണ്. ഓക്കെ, സിക്കോയിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് ദ സൗദി അറേബ്യ ഇൻ ദമാം. ഓക്കെ, വന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ദമാമിലേക്ക് ഖോബറിലേക്ക് പോകുന്ന റൂട്ടിൽ ഇവിടെ ഒരു റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പള്ളീൻ്റെ തൊട്ടിപ്പുറത്ത്. ഓക്കെ, ബ്യൂട്ടി ഓഫ് ബ്യൂട്ടി. ഈ ഒരു പള്ളി, ഇത് ചെറിയ പള്ളിയാണ്, സോറി ഇത് വലിയ പള്ളിയാണ്, തലപ്പള്ളി പള്ളി എന്ന് പറയും. ഓക്കെ, നല്ല പച്ച കളറിലുള്ള ടാക്സികളുണ്ട് ഇവിടെ, ചുമന്ന കളറിലുള്ള വണ്ടികൾ വേറെയുമുണ്ട്. ഗൈസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞാൽ അതൊരു വൈബാണ് ഗൈസ്. എന്താ രസം, എല്ലാ സ്ഥലങ്ങളും കണ്ട് ഇവിടെ ഒരു ജ്വല്ലറികളൊക്കെ ഉണ്ട് കേട്ടോ. ഗോൾഡ് സൂക്ക് വേറെ ഭാഗത്താണ്. ഇതിപ്പോൾ വെള്ളം അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഗോൾഡിനായിട്ട് ഒരു ഏരിയ മൊത്തമായിട്ടുണ്ട് ദമാമിൽ. ഏരിയക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് പർദ ഷോപ്പ് ഇവിടെ ഇത് മാത്രം തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ കാണുന്നൊരു സംഭവമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഉണ്ടല്ലോ, പൈസ പേ ചെയ്യുന്ന സ്ഥലമാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പിന്നെ പൈസ അവിടെ പേ ചെയ്താൽ നമുക്ക് ഇവിടെ റോഡ് സൈഡ് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വണ്ടിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ കാണുന്നതാണ് അൽ അജ്മൽ. ഇവിടുത്തെ ഫേമസ് ആയ ഒരു അത്തർ ഷോപ്പാണ് അൽ അജ്മൽ. നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ് അജ്മലിൻ്റെത് വരുന്നത്. ഇതിൻ്റെ അവിടെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, അവിടെ പേ പാർക്കിംഗ് കൊടുത്തിട്ട് ഉള്ളിൽ പാർക്ക് ചെയ്തിട്ട് പുറത്ത് വരുന്നൊരു സംഭവമാണ്. ഇതേപോലെ സംഭവങ്ങളുണ്ട് ഇവിടെ, എല്ലാ സംഭവങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പള്ളിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള റോഡ്. ഇവിടേക്ക് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഗൈസ്. നിങ്ങൾ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാഴ്ചയും നിങ്ങൾ കാണിച്ചു തരും. ഗൈസ്, നമ്മൾ കണ്ട പള്ളിൻ്റെ മുൻവശമാണ്. അവിടെ ഇപ്പം കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊരു മുൻവശമായിട്ട് വരും അവിടെ വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട്സിൻ്റെ ഒരു കച്ചവടം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളീൻ്റെ മുമ്പിൽ വരെ എന്താ പറയുക, കച്ചവടക്കാരാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇതിവിടെ പിന്നെ മുസല്ല വെച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു 10-15 റിയാലൊക്കെ തന്നെ വരും. ഇവിടെ കാണുന്നതാണ് കാരക്കൻ്റെ എല്ലാതരം ശേഖരവും ഇവിടെ ഉണ്ട്. മൊത്തം കാരക്കനൊരു വിലധികം വന്നാലും എടുത്തുകൊണ്ട് പോകും, അത്ര തന്നെ എടുത്തിട്ട് ഓടും. എന്താ രസം. കാരക്കൻ്റെ വിലയൊന്നും ചോദിക്കുന്നില്ല. പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നാലത്തെ ടോയ്സ്, കുട്ടിയൊക്കെ കളിക്കുന്നു, ഫറാഷ്, മുസല്ല. ഇവിടെ ഒരു കോഫി ഷോപ്പ്, പിന്നെ മൊത്തം ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പം ഇവിടെ ജനങ്ങളെ കൊണ്ടുള്ള തല്ലാണ്. അൽവാദി ഇവിടുത്തെ കുറച്ച് നല്ലൊരു ഉംറ സർവീസാണ്. പിന്നെ ഇതൊരു മെയിൻ ഏരിയ ആണ് സീക്കോൻ്റെ തിരക്ക്. പിന്നെ വെജിറ്റബിളിൻ്റെ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇത് വേറൊരു ഏരിയ ഉണ്ട്. അവിടെ ഇതുക്കും മേലെ തിരക്കായിരിക്കും. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഷോപ്പുകളൊക്കെ ഉണ്ട്. കുറച്ച് ഇതിൻ്റെ അവിടെ ഒരു കുളം പോലെ ഒരു സ്ഥലമുണ്ട്. ആദ്യമൊക്കെ ഇത് കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. മോൾക്ക് നല്ല അടിപൊളി ആയിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ നിന്നു.
ഇവിടെ പ്രാവ് വന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇതല്ലേ നമ്മൾ പറഞ്ഞ കുളം. ഇതൊരു ഇലക്ട്രോണിക്സിൻ്റെ സെക്ഷൻ. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇയർഫോൺ അതൊക്കെ വെക്കുന്ന ഒരു സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഡ്രസ്സൊക്കെ നമ്മളെ ചന്ത മാതിരി നിലത്ത് വെച്ച് കണ്ട് വിരിച്ച് വിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു ഫുള്ളായിട്ട് എടുക്കാണ്ട് സീക്വൻ്റത്. വെൽക്കം ചെയ്യാൻ എല്ലാ ഷോപ്പിലും നമ്മൾ ആൾക്കാരുണ്ടാവും കേട്ടോ. ഏത് ഷോപ്പിലും ആണെങ്കിലും വേണ്ട കയറിയിട്ട് സാധനങ്ങൾ എടുക്കാം. ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് നല്ല തിരക്കാണ്. നല്ല വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരുണ്ട്. എൻ്റെ ടീഷർട്ട് 10-20 റിയാലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല. ഒരു 2 ദിവസമൊക്കെ ഇടാൻ തന്നെ പറ്റും. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു കുമ്പോരം തന്നെ ഉണ്ട് ഇവിടെ. മക്കളെ ഹൃദയഭാഗം തന്നെ പറയാം. സിറ്റി ഫ്ലവർ, പുതിയൊരു സിറ്റി ഫ്ലവറാണ്. സിഗ്നൽ കാണുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോവുകയാണെങ്കിൽ ആ റോഡാണ് ഗോൾഡ് സൂക്കിൻ്റെ ഏരിയ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ള് കച്ചവടം തന്നെ. കച്ചവടക്കാർ തല്ലാണ് ഇവിടെ. ഇതേ ഈ ഒരു വണ്ടി കണ്ടില്ലേ, തലാത്തറിയാൽ ഏതെടുത്താലും തലാത്തറിയാല്ലേ. ഇതൊക്കെ ഒരു വലിയ തന്നെ ചെയ്യാൻ ഇത്രയൊക്കെ സാധനങ്ങളുണ്ട്. 3 റിയാലിന് നമുക്ക് ഏതെടുത്താൽ. സീക്വൽ ഇതേപോലത്തെ ഗല്ലികളൊക്കെ ഉണ്ട്. ഗല്ലികളിൽ നല്ല നല്ല കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ലൈറ്റൊക്കെ കാണുന്ന ഒരു മൊബൈൽ ഷോപ്പാണ്. എന്താ സാധന ടൈമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയും ഭയങ്കര തിരക്കാണ്. പിന്നെ തിരക്കാണ് സീക്വലൊക്കെ. ഷോസ് എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. പോകാൻ കൊടുത്ത് ഏത് സമയത്തും തിരക്ക് എന്ന് പറയാം. റോഡ് സൈഡിൽ കൂടെ പോകാം. നമുക്ക് കുറച്ച് തിരക്ക് കുറയാം. ഇവിടെ സെൽഫി എടുക്കുന്നൊരു ടീംസിൻ്റെ. ഇങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിൽ ഐസ്ക്രീം എല്ലാ സെറ്റപ്പും ഉണ്ട് ഗൈസ്. സീക്വൽ കിട്ടാത്തൊന്നുമില്ല. മമ്മി മുതൽ ഉമ്മ വരെ കിട്ടുന്ന കാരണം തെറ്റ് ചെയ്തിരിക്കണ്ട കേട്ടോ ഗൈസ്. ഇതൊരു 3 റിയാലിൻ്റെ ഷോപ്പാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് നിന്നാലേ വീഡിയോ ലെങ്ത്ത് കൂടുകയുള്ളൂ. ഇതേ മൊബൈൽ പഴയ മൊബൈൽ വെറും 10 റിയാൽ, 20 റിയാൽ, 30 റിയാൽ. വർക്ക് ചെയ്യുന്ന മൊബൈൽ അപ്പുറത്തുണ്ട്. വേണമെങ്കിൽ കുറച്ച് പൈസ കൂടും. പഴയ സാധനങ്ങൾ, മൂട്ടപ്പൊടി, മൂട്ട മരുന്നാണ് കണ്ടത്. ചെരുപ്പ്, ഷൂസ്. അതാണ് കാണുന്നത് മസ്ജിദ്. ഹബീബി മസ്ജിദ്. അതാ മസ്ജിദ്. വേറെ മസ്ജിദാണ്, 2ാമത് മസ്ജിദാണ് കാണുന്നത്. എന്താ ലുക്ക്, വെരി വെരി നൈസ് ലുക്ക്. രാത്രി കാണാൻ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പള്ളീൻ്റെ ഗരിമിൻ്റെ സമയം ആയതുകൊണ്ട് ഭയങ്കര ലുക്കാണ് ഈ പള്ളി കാണാൻ. ഒരുപാട് നടന്ന് കാണാൻ, ഒരുപാട് നടക്കാനുണ്ട് ഗായ്സ്. ഈ പള്ളീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ജനങ്ങളെ കൊണ്ടുള്ള തല്ല് എന്ന് പറഞ്ഞാൽ എന്താ സമ്മേളനത്തിലുള്ള ജനങ്ങളുടെ ഇതൊക്കെ ഫുള്ളായിട്ട് മനുഷ്യന്മാരാണ്. സീക്കോ വ്യാഴാഴ്ച രാത്രി ജനസാഗരാണ്. ഈ പള്ളിയിൽ നിന്ന് തൊട്ട് മുമ്പിലൊരു
മത്താമുണ്ട്, ഹോട്ട് ആൻഡ് സ്പൈസി, ചെറിയ ബൂഫിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ഓൺലി സമൂസ മാത്രമേ ഉള്ളൂ, സമൂസ ചായ, അതന്നെ മതി അവർക്ക് ജീവിക്കാൻ. ഈ പള്ളീൻ്റെ നേരെ മുൻവശമാണ് ഈ കാണുന്നത്. പല പല കച്ചവടങ്ങളെ കൊണ്ടുള്ള തല്ലാണ്. എന്താണിത്, ഇത്രയും ആൾക്കാരൊക്കെ. ജനസാഗരം. കുറേ പഴയ ബിൽഡിങ്സൊക്കെ കാണാം. ഇതൊരു വിഷൻ 2030 ഭാഗമായിട്ട് പഴയ ബിൽഡിങ്സൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റപ്പെടും. ഏതാണ് പുതിയ ബിൽഡിങ്ങുള്ള അത് മാത്രമേ വെക്കും. പുതിയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ അവിടെ കാണുന്ന സിറ്റി ഫ്ലോറിൻ്റെ ആ ഒരു ബിൽഡിംഗ് മാത്രമേ ഏറ്റവും പുതിയതുള്ളൂ, അത് മാത്രം അവിടെ നിൽക്കുന്നുണ്ടാവും, ബാക്കിയുള്ളവർക്ക് പൊളിച്ചു മാറ്റും. അത് ഈ അടുത്ത് ഉണ്ടാക്കിയതൊക്കെ ഫുള്ളായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. വണ്ടികളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര റഷാണ്. വണ്ടി ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാം. അവിടെ ഒരു ജുബൈലുള്ളുണ്ട്. ജുബൈലിലേക്കുള്ള ടാക്സി ഒക്കെ അതാക്കുന്ന ആ ഭാഗത്താണ് കാണിക്കുന്നത്, പച്ചക്കളർ ടാക്സി. ആ കാണുന്നതൊക്കെ ജുബൈലിലുള്ള വണ്ടികളാണ്, ജുബൈലിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഇന്നിപ്പോൾ നാട്ടിലേക്ക് പൈസ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു SNB ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും പിന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.